ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു ദിവസം സേയോക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു കാർ നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരാൾ ചോദിക്കും, ഡോക്ടർ ചോയുടെ റൂം എവിടെയാണ്, എങ്ങോട്ടേക്കാണ് കാണാനായിട്ട് പോകേണ്ടതെന്ന്. ഇവിടെ ആദ്യം ഒന്ന് സംശയിച്ച് നോക്കും ആരാണ് അകത്തുള്ളതെന്നൊക്കെ. അവർ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും. അത് ആരായിരിക്കാമെന്ന് സേയോക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂയിങ് അവിടേക്ക് വന്നിട്ട് പറയും, അത് ഡോക്ടർ ചോയുടെ അടുത്ത ഫ്രണ്ടാണ്, അവർ ഒരുമിച്ചാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹം പുറത്തായിരുന്നു, ഇപ്പോൾ എന്തോ ആവശ്യത്തിന് ഡോക്ടർ ചോയിയെ കാണാനായിട്ട് വന്നതാണ്, കൂടെയുള്ളത് മോനാണെന്നൊക്കെ പറയും. അത്രയും ചിരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ചോയിയെ അവൾ അതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. മിസ്റ്റർ കെമ്മിന്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്നു, അയാള് മോനെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ഇയാളുടെ തോളിൽ കൂടെ കൈയൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇതൊന്നും കാണുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സേയോക്ക് താമസിക്കുന്നതും ഇവരുടെ സ്റ്റാഫിനുള്ള ബ്രേക്ക് റൂമിലാണ്. മാറിക്കൂടെയെന്ന് യൂയങ് ചോദിക്കുന്നുണ്ട്. ഇതാണ് സൗകര്യം എന്നാണ് അവൾ പറയുന്നത്. അവൻ നോക്കുന്നുണ്ട് ഡോക്ടർ ചോയുടെ റൂമിൽ ഇരുന്ന ലാമ്പ് ഇവളുടെ റൂമിലിരിക്കുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നത്, ഡോക്ടർ ചോയുടെ എല്ലാം ചോദിക്കുമ്പോൾ അതെ എനിക്കത് വേണമെന്ന് തോന്നി, അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എനിക്ക് തന്നു. എന്താ നിനക്ക് അസൂയാണോ? നിനക്ക് വേണമെങ്കിൽ നീയും പോയി ചോദിക്കുക, പക്ഷെ നിനക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചോദിച്ചതുകൊണ്ട് തന്നാന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവനിങ്ങനെ അന്തം വിട്ട് അവളെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയത്തില്ല. ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് സേയോക്ക് ഇങ്ങനെ പറഞ്ഞു വിടും. പക്ഷെ അവൾ ഉറങ്ങത്തില്ല. ഡോക്ടർ ചോയ് മിസ്റ്റർ കിമ്മിന്റെ അടുത്ത് തിരിച്ചു സംസാരിച്ചത് ഇങ്ങനെ ആലോചിച്ച് ദേഷ്യപ്പെട്ട് കിടക്കുവാണ്. അടുത്ത ദിവസം ഇവിടെ നോക്കുമ്പോൾ ഡോക്ടർ ചോയും കിമ്മും തിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ളൊരു നേഴ്സ് പറയും, ഓപ്പറേഷനുള്ള ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ഫ്രണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഡോക്ടർ ചോയ് നെർവസ് ആയിട്ട് എനിക്ക് തോന്നി, ഞാൻ ഇതുവരെ ഡോക്ടറിനെ അങ്ങനെ കണ്ടിട്ടില്ല, നാളത്തേക്കാണ് സർജറി ചാർട്ട് ചെയ്തേക്കുന്നതെന്നും പറയും. അവൾ നോക്കുമ്പോൾ ലിസ്റ്റിൽ അവളുടെ പേരില്ല, പകരം യൂയങ്ങിനെയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡോക്ടർ ചോയ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവൻ സർജറിക്കെല്ലാം റെഡി ആയിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവള് ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകും. പിന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്നൊന്നും അറിയത്തില്ല. ഡോക്ടർ ചോയ് അവനെ അന്വേഷിക്കുമ്പോൾ ഇതുവരെ എത്തിയില്ല, ഇപ്പൊ വരുമായിരിക്കും എന്ന് അവിടെയുള്ള നേഴ്സ് പറയും. കുറച്ച് കഴിഞ്ഞ് വരുന്നത് പക്ഷേ സേയോക്കാണ്. ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് സ്റ്റൊമക്കിന് ചെറിയ പ്രശ്നമാണ്, അതുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല, എന്നോട് വന്നേക്കാൻ പറഞ്ഞു എന്ന് പറയും. ഡോക്ടർ ഇവിടെ സംശയത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഡോക്ടറിന് ചെറിയ കത്തി എടുത്തു കൊടുക്കാനായിട്ട് പറയും. നോക്കുമ്പോൾ അവിടെ വേറെ ആരുമില്ല. ഇവള് നേരെ ചെന്നിട്ട് എടുത്തു കൊടുക്കുമ്പോൾ മനഃപൂർവ്വം ഡോക്ടറുടെ കയ്യിൽ മുറിവ് വരുത്തും. അവൾ മനഃപൂർവ്വം കയ്യിൽ മുറിവ് വരുത്തുന്നതാണ് അത് ഡോക്ടർക്ക് മനസ്സിലാവും. ബാക്കി ആർക്കും പക്ഷെ മനസ്സിലാവത്തില്ല. എന്ത് പറ്റി, സൂക്ഷിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ പേടിക്കണ്ട, ഓപ്പറേഷൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ പറഞ്ഞു വിട്ടിട്ട് ആ ഓപ്പറേഷൻ ചെയ്യുന്നത് സേയോക്കാണ്. ഡോക്ടർ പേടിക്കണ്ട കേട്ടോ, സർജറി സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സേയോക്ക് അവിടേക്ക് വരും. നീ എന്തിനാണ് അത് ചെയ്തതെന്നപ്പം ഡോക്ടർ ചോദിക്കും. ഡോക്ടർ അല്ലേ എന്നോട് പറഞ്ഞത് നമ്മൾ ഒരുപോലെയാണെന്ന്, ഡോക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണെന്ന് ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഡോക്ടർ ചിന്തിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് എനിക്ക് പകരം യൂയങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ വിളിച്ചത്. ഡോക്ടർ ആരും കാണാതെ ഈ സർജറി മെസ്സപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറുടെ റെക്കോർഡിൽ അങ്ങനെ ഒരു കറുത്ത അധ്യായം വരാനായിട്ട് ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനാണെങ്കിൽ അത് മനസ്സിലാക്കുമെന്നും കണ്ടുപിടിക്കുമെന്നും ഡോക്ടർക്ക് അറിയായിരുന്നു. ശരിക്കും അയാൾ ഡോക്ടറുടെ ഫ്രണ്ട് അല്ലല്ലോ, അയാളെ ഡോക്ടർക്ക് ഒട്ടും ഇഷ്ടമല്ല. ചിരിച്ചുകൊണ്ട് കൂടെ നടന്നപ്പോഴും എത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ഡോക്ടർ എന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അത് ശരിക്കും ഡോക്ടറുടെ ഫ്രണ്ട് അല്ലല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കും. ഡോക്ടർ ഒന്നും മിണ്ടാതെ എന്തായി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സത്യമല്ലേ ഡോക്ടർ പറ എന്ന് പറയും. ഇവള് പുറകെ ഇങ്ങനെ ചെല്ലും, പോകാനായിട്ട് തുടങ്ങുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ അവളെ തടയും. ഇവക്ക് ഈ റിജക്ഷൻ ഒന്നും ഒട്ടും പറ്റത്തില്ല, അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് ഡോക്ടർ ചോദിയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ സേയോങ് ഡെഡ് ബോഡി വീണ്ടും മറവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് കുഴിക്ക് ആവശ്യത്തിന് ആഴമുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ടേ, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ഇവിടെ തിരിച്ചു ചോദിക്കും. നീ എന്താണ് ഈ ചെയ്യുന്നത്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, പോലീസ് കണ്ടുപിടിച്ച എന്തായിരിക്കും എന്ന് നിനക്ക് അറിയാമോ, ജീവിതകാലം മുഴുവൻ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, നിനക്ക് അതിനെക്കുറിച്ച് ഓർത്ത് പേടിയില്ലേ എന്ന് ഇയാൾ ചോദിക്കും. ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്, ഞാൻ ഓൾറെഡി ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ആരാണ് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ പോകുന്നത്, അങ്ങനെ കാണാൻ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ അന്നേരം ആത്മഹത്യ ചെയ്യും, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എന്തായാലും എൻ്റെ ജീവിതം എന്നേ നശിച്ചു, അപ്പൊ പിന്നെ എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല എന്ന് പറയും. നീ എന്താണ് ഈ പറയുന്നത്, അങ്ങനൊന്നും പറയരുത്, നിന്നെ ഞാൻ US വിടാമെന്ന് പറഞ്ഞില്ലേ, നീ ആഗ്രഹിച്ചു വിട്ട് അവിടെ പോയി പഠിച്ചോളൂ എന്ന് ഇയാൾ വീണ്ടും പറയുമ്പോൾ അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ ഓപ്പറേഷൻ ചെയ്യണ്ടേ, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് ഇവള് തിരിച്ചു പറയും. നിന്നെ ഞാൻ അന്ന് സഹായിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, സഹതാപം കൊണ്ടാണ്, നീ പത്തറ്റിക് ആയിരുന്നു, നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, നീ ആരും അല്ലായിരുന്നു, പക്ഷേ നീ എന്തെല്ലാം ആണെന്ന ഭാവം ഉണ്ടായിരുന്നു, നിനക്കെല്ലാം അറിയാമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ അഹങ്കാരത്തോടെ ഒരു പൊട്ടിയ പോലെ നടക്കുന്ന നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി, ആ സഹതാപം കൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ അന്ന് പെരുമാറിയത്.
ആ ഒരു സഹതാപത്തിന്റെ പുറത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. നീ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണെന്ന് ഡോക്ടർ പറയും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ദേഷ്യത്തോടെ ഇയാളെ നോക്കുമ്പോൾ ഇയാൾക്ക് ഫോൺ കോൾ വരും. മിസ്സസ് രായാണ് വിളിക്കുന്നത്. കുറെ നേരം ആയല്ലോ, എവിടെയാണ്, കാണാനില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇയാൾ ടോർച്ചൊക്കെ ഓഫ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെയാണ്, ഞാൻ റോഡിന്റെ അപ്പുറത്തെ സൈഡിലാണ്, കാറിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയും. ഇവിടേക്ക് വരുത്താതിരിക്കാനാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ സെയോക്കിനെ ഫോളോ ചെയ്തപ്പോൾ എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന് തോന്നുന്നു. കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആളുടെ ഒരു പട്ടി ചത്തുപോയി, അതിനെ കുഴിച്ചിടാനായിട്ട് വന്നതെന്നാണ് മിസ്സസ് രായുടെ അടുത്ത് ഡോക്ടർ ചോയ് പറയുന്നത്. ഇവളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ദിവസം ഇവർ ആ റെസ്റ്റോറൻറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വന്ന് ബെല്ലടിച്ചപ്പോൾ യങ്ജു എന്താണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്തായാലും അവന് കൂടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 പോലീസുകാർ വന്ന് അവിടുത്തെ ലേഡി അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ബ്രദർ എന്തിയെ, കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല, ഇന്നലെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. ഇത് കേട്ടിട്ട് ഇവനിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. പോലീസുകാർ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ യങ്ജു ആണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അയാളെ കണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കും പേര് പറയുന്നുണ്ടെങ്കിൽ ഇവൾ അറിയാത്ത കൂട്ടൊക്കെ ഭാവിക്കും. അപ്പം ആംഗിൾ മോണിറ്റർ ഉള്ള ആളെന്ന് പറയുമ്പോഴാണ് അയാളുടെ പേര് അങ്ങനെയായിരുന്നു, അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാളെ കാണുന്നില്ല, ആംഗിൾ മോണിറ്റർ കുറച്ച് ദിവസം മുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു, എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയത്തില്ല, ഒന്ന് സൂക്ഷിച്ചോണം. കൂടെ അയാൾ സോളിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്കാൾ അങ്ങാനും പോയതാണോ എന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയും. ഇവിടെ ശരിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പോയി കഴിയുമ്പോഴത്തേക്കിനും ചിരിയായിരിക്കും. എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയാവോ, ഇതാണോ നമ്മൾ പെർഫെക്റ്റ് എൻഡിങ് എന്ന് പറയുന്നത്, ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ സന്തോഷം വരുന്നു. കാരണം അയാൾ ഇനി എന്തായാലും ഇവരെ ശല്യപ്പെടുത്താനായിട്ട് വരത്തില്ല, അവർക്ക് ഇനി ഈ റെസ്റ്റോറൻറ്റ് വിൽക്കണ്ട, എനിക്ക് എന്നും ഇവിടെ വന്ന് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനിങ്ങനെ അന്തം വിട്ടിട്ട് നോക്കിയിട്ട് പറയും, ശരിക്കും ആരെയാണ് പേടിക്കേണ്ടതെന്ന് പോലീസുകാർക്ക് അറിയത്തില്ലല്ലോ, ഇങ്ങനെ പോവാണെങ്കിൽ നരകത്തിലേക്ക് തന്നെ പോകാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫാർമസിയിൽ പരിശോധനയ്ക്കായിട്ട് ആള് വരും. എന്നിട്ട് ഫാർമസി പൂട്ടിയിടണം എന്ന് പറയും. അതേ സമയത്ത് തന്നെ ഡോക്ടർ ഹാനിന്റെ ക്ലിനിക്കിലും ആൾക്കാർ പരിശോധനയ്ക്ക് വരും, അതും പൂട്ടിയിടണം എന്ന് പറയും. ഇതിന് പിന്നിൽ ഡോക്ടർ ചോദിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അവൾ വിളിക്കുന്നുണ്ട്, കാഷ്വലായിട്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. എല്ലാം കണ്ടകൂട്ടാണ് അങ്ങോട്ടേക്ക് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന്. അപ്പോൾ അവൾ ദേഷ്യം കൊണ്ട് അലറും, എത്രയും പെട്ടെന്ന് ഇത് മാറ്റി തരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബോസ്റ്റണിലേക്ക് വരാനാണ് പറയുന്നത്. ഇവൾ ഈ ദേഷ്യത്തിൽ വന്ന് കാറിലിരിക്കുമ്പോൾ യങ്ജു അവളോട് പറയും, ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ആലോചിക്കാൻ. അവളുടെ മനസ്സിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ഡോക്ടർ ചോയ് അവളെ എല്ലാ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് വിളിച്ചിട്ട് ഒരു കാര്യം കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും പഠിക്കണം, എല്ലാ കാര്യങ്ങളും അറിയണം എന്ന്, ആ ഫയർ ഇന്ന് എന്താ ഇല്ലേ, എന്തുകൊണ്ടാണ് ബാക്കിലേക്ക് മാറുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതാണ് അവളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മെമ്മറി. അവരവിടെ നിന്ന് വരുന്നത് ബോസ്റ്റണിലേക്ക് തന്നെയാണ്. അവിടെ ഒരു അവാർഡ് സെറമണി നടക്കുകയാണ്. ബെസ്റ്റ് ന്യൂറോ സർജൻ ഉള്ള അവാർഡാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 9 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ ചോയ്ക്ക് തന്നെയാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പം 10ാമത്തെ വർഷം കിട്ടുവാണെങ്കിൽ അതൊരു ചരിത്രമാവും. എല്ലാവരും ഡോക്ടർ ചോയ്ക്ക് തന്നെ കിട്ടുന്ന തീരുമാനിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ ബഹളങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവർ മാറിയിരിപ്പുണ്ട്. അപ്പോൾ യങ്ജു പറയും, ആത്മാർത്ഥമായിട്ട് സെയോക്കും ഒരു ദിവസം അങ്ങനെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. നീ എന്ത് പറയുന്നത്, ഓൾറെഡി എൻ്റെ ജീവിതം പോയിരിക്കുകയാണ്, പിന്നെ ഇനി എങ്ങനെയാണ് അങ്ങനെ ആവുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവനെ വഴക്ക് പറയും. റെസ്റ്റ് റൂമിൽ കുറച്ച് ലേഡീസ് നിന്ന് സംസാരിക്കുകയാണ്. ഇതിൻ്റെ ഓർഗനൈസർ ഒരു ജാപ്പനീസ് ലേഡിയാണ്. അപ്പോൾ അവരെ അങ്ങ് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കത്തില്ല. കാരണം അവരുടെ മോന് വയ്യ, തീരെ ചെറുതാണ്, ബ്രെയിനിലൊരു സർജറി ആവശ്യമുണ്ട്. പക്ഷെ അത്രയും ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ആരും അത് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇവൾ കേൾക്കും. എന്നിട്ട് റൂമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും യങ്ജു ചോദിക്കും, ഡോക്ടർ ചോയ് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെന്നൊക്കെ അറിയാം, എന്നാലും നമ്മുടെ ഫാർമസി പെട്ടെന്ന് തുറപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ട് കാണാൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ വേണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പം എൻ്റെ തീരുമാനം മാറ്റി എന്ന് പറയും. എന്നിട്ട് ഇവനോട് നേരത്തെ കിടക്കാൻ പറയും. അവൻ ഇറങ്ങി കഴിയുമ്പോൾ സെയോക്ക് ഈ സ്പോൺസറെ അന്വേഷിച്ച് അവരുടെ റൂമിലേക്ക് വരും. ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇവരുടെ മോൻ്റെ അതേ അസുഖമുള്ള ഒരു കുട്ടിയെ ഇവൾ ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണ്. 5 മണിക്കൂറായിരുന്നു സർജറി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓരോ സ്റ്റേജിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. 5 മണിക്കൂറായിരുന്നു ഞാൻ ഇത് മുഴുവൻ ചെയ്യാനായിട്ട് എടുത്തത്, ആ കുട്ടി സർവൈവ് ചെയ്തു, അങ്ങനെ എനിക്ക് നിങ്ങളുടെ മോനെയും രക്ഷിക്കാമെന്ന് പറയും. അപ്പോൾ എന്താണ് പകരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ചോയ് ഒരു കാരണവശാലും ഈ അവാർഡ് വിൻ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് ഇവൾ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ നരകിക്കുന്നത് കാണണം എന്നാണ് ഇവൾ തിരിച്ചും പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല, പുറത്തിറങ്ങാനായിട്ട് പറയും.
അപ്പൊ അവാർഡ് സെറമണിയുടെ തലേ ദിവസം അവിടെ ഒരു പാർട്ടിയൊക്കെ ഉണ്ട്. അതിലേക്ക് ഇവർ പോകുമ്പോൾ ഇവള് വീണ്ടും പുറകേന്ന് ചെന്ന് സംസാരിക്കും. നാളെ സെറമണി തുടങ്ങുന്നത് വരെ ഞാൻ സമയം തരത്തുള്ളൂ, അതിന് മുമ്പ് നിങ്ങൾ തീരുമാനം അറിയിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും, ഇങ്ങനെ ക്യാരക്ടറുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇത്രയും മോശം സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഒരു ഡീലും വെക്കാൻ താല്പര്യമില്ല, ഇനി ഇതും പറഞ്ഞെൻ്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. അവിടെ വെച്ച് ഇവളെ യുഎം കാണും. പുറകെ ചെന്ന് എന്തിനാ ഇവിടെ വന്നത്, പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ഇവള് ദേഷ്യപ്പെട്ട് പോകും. പോലീസുകാർ കൊടുത്ത വീഡിയോ ഡോക്ടർ ചോയ് അമേരിക്കയിലുള്ള ഡോക്ടറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളെ വിളിക്കും, അത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പം ഈ ഡോക്ടറിനെ കിട്ടുവാണെങ്കിൽ എനിക്കും ഓക്കെയാണ്, സർജറിയുടെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു, എന്നത്തേക്കാണെന്ന് ചോദിക്കും. അപ്പം ഡോക്ടർക്ക് എന്നാണ് വരാൻ സൗകര്യം അന്നത്തേക്ക് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് ഡോക്ടർ ചോയും പറയും. എന്നാലും മിടിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഇങ്ങനൊരു സർജറി പെർഫോം ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഒരു ബഹുമതിയായിട്ട് കരുതണം എന്നാണ് ഡോക്ടർ ചോയ് ഈ ഡോക്ടറുടെ അടുത്ത് പറയുന്നത്. യുഎം വന്ന് സേവകനെ കണ്ട കാര്യം പറയുമ്പോഴത്തേക്കും ഡോക്ടർ ചോയ് പറയുന്നത് ഫ്രണ്ടിലിരുന്ന് അവാർഡ് സെറമണി കാണാനായിട്ട് സീറ്റ് റെഡിയാക്കി കൊടുക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആ കുട്ടി ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ്. ഡോക്ടർ ചോയുടെ അടുത്ത് സ്പോൺസർ ലേഡി വന്നിട്ട് സേവകനെ പറ്റി അന്വേഷിക്കും. ഇതിനു മുമ്പ് ഒരിക്കൽ ഇവരെ തമ്മിൽ ഡോക്ടർ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് അത്രയും ദേഷ്യം വന്നത്. ആ കുട്ടി എന്ത് ചെയ്യാൻ നന്നായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടിരിക്കുന്നു, സർജറീസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്, അവിടെ നിൽക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒരു 100 പേര് വന്നാലും അവക്കൊപ്പം എത്താനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഒരിക്കലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ അവൾ ഹെസിറ്റേറ്റ് ചെയ്യാറില്ല. പരാജയപ്പെടും എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ കൂടെ ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ടാണ് അവൾ അത്രയും പെർഫെക്റ്റ് ആകുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഇവരൊരു തീരുമാനം എടുക്കും. നേരെ അവളുടെ റൂമിൽ പോയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് ചാൻസ് കൊടുക്കുന്നത്. മോനെ ഓപ്പറേറ്റ് ചെയ്യാൻ അവൾ ചെല്ലണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അന്നേരം തന്നെ അവൾ ഡോക്ടർ ഹാനെ വിളിച്ചിട്ട് പാസ്പോർട്ടൊക്കെ ആയിട്ട് എയർപോർട്ടിലേക്ക് വരാനായിട്ട് പറയും. അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഫ്ലൈറ്റ് ഒക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ ജപ്പാനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ചെറുതായിട്ട് ഈ കുട്ടിക്ക് ഹീമോഫീലിയ ഉണ്ട്, അങ്ങനെ ബ്ലീഡിങ് തുടങ്ങും. അപ്പം എല്ലാവരും പേടിക്കും. പക്ഷേ ഇവള് സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അവാർഡ് അനൗൺസ് ചെയ്യും. ഡോക്ടർ ചോയ്ക്കല്ല, വേറൊരു ഡോക്ടറിനാണ്. എല്ലാവരും ഷോക്ക്ഡ് ആവും. കാരണം എല്ലാവരും ഡോക്ടർ ചോയ്ക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നേരത്തേക്ക് അവിടെ സ്പോൺസർ ലേഡി വരും. അവരിങ്ങനെ ഡോക്ടറിനെ നോക്കുമ്പോൾ ഡോക്ടർ അവരെ നോക്കി എക്നോളജി ചെയ്യും. ഇവർ തലേദിവസത്തെ പാർട്ടിയിൽ സേവക്ക് വന്നിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഡോക്ടർ ചോയ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവാർഡ് വേണ്ട, നിങ്ങളുടെ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കട്ടെ, സേവക്കാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടി രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടാണ് അവർ സേവകനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യിക്കുന്നത്. ഡോക്ടർ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മേളിൽ സേവക്ക് നിൽപ്പുണ്ടാവും. സേവക്ക് അവിടെ നിന്ന് ഞാൻ ജയിച്ചു എന്നാണ് വിളിച്ച് പറയുന്നത്. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവൾ അറിയുന്നില്ല. അവിടുന്ന് പോകുമ്പോൾ മിസ്റ്റർ കിമ്മിന്റെ മോനെ ഇവള് കാണും. ഇവക്ക് ആദ്യം മനസ്സിലാകത്തില്ല. ആ കുട്ടി വന്നിട്ട് ഇവളെ ഗ്രീറ്റ് ചെയ്തിട്ട് അച്ഛനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ ഓർക്കുന്നു, അച്ഛൻ സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവളെ സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ സന്തോഷമായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചിട്ട് സ്ട്രെയിഞ്ച് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ ഇനി സന്തോഷമായിട്ട് ജീവിക്കണം, ഞാൻ പോവാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതിനൊരു ദുരൂഹതയുണ്ട്, അച്ഛൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നാണ് പോലീസുകാരൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കത് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട് എന്നിവൻ പറയും. ഈ സമയത്ത് ഇൻസ്പെക്ടർ യാങ്ങും ലീയും കൂടി ഡോക്ടർ ചോയിയെ വിളിക്കും. ഞങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്, ഇല്ലീഗൽ ഓപ്പറേഷൻസ് ഒക്കെ നടന്നിരുന്നത് അവിടെയാണെന്ന് ഒരു ടിപ്പ് കിട്ടി. അപ്പം എന്തെങ്കിലും കൂടുതൽ തെളിവ് മെഡിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ഡോക്ടറുടെ ഹെൽപ്പും കൂടി വേണം, ഇന്ന സ്ഥലത്തേക്ക് വരാമോ എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ അന്നേരം തന്നെ സമ്മതിക്കും. അപ്പോൾ ഈ അവാർഡ് സെറമണി കഴിഞ്ഞിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് ഡോക്ടർ ചോയ്. സേവക്ക് ഡോക്ടറിനെ കണ്ടുപിടിച്ച് കൂടെ ചെല്ലും. മിസ്റ്റർ കിമ്മിന്റെ മോനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ കിമ്മിനെ കാണാതെ പോയി എന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് സേവക്ക് ചോദിക്കുമ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മെന്റൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്ന് ഡോക്ടർ ചോയ് പറയും. പക്ഷേ ഇവള് ചിരിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് അയാളെ ചെയ്തത്, അയാളെ കൊന്നു എന്ന് ഡോക്ടറുടെ മുഖത്ത് നോക്കി ചോദിക്കും. നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എനിക്ക് പകരം എങ്ങനെ അന്ന് US-ലേക്ക് വിട്ടതെന്ന്. കാരണം നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ച നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ രക്ഷിച്ചു.
നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണുന്നത് ദേഷ്യമായി. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് അതന്ന് ചെയ്തത്, ശരിയല്ലേ എന്ന് ചോദിക്കും. ഇയാളൊന്നും മിണ്ടാതെ ദേഷ്യത്തില് കാറിൽ കയറി പോവും. വരുന്നത് ആ ഗ്യാങ്സ്റ്ററിനെ ഇവര് ഓപ്പറേറ്റ് ചെയ്ത ആ ബിൽഡിങ്ങിലേക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചതെന്ന് ഇൻസ്പെക്ടർ അടുത്ത് ചോദിക്കുന്നുണ്ടേ. ബ്രോക്കർ മിന്നിനെ പറ്റി കേട്ടിട്ടില്ലേ, അയാള് ലിവറും കിഡ്നിയൊക്കെ ഡീൽ ചെയ്യത്തുള്ളൂ പറഞ്ഞത്. പക്ഷേ എന്തോ അയാളെ നന്നായിട്ട് പേടിപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ചൈനയിലേക്ക് കടന്നു. അതിനു മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ സ്ഥലത്ത് വന്ന് നോക്കണം, ഇവിടെ ഒരുപാട് എവിഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇൻസ്പെക്ടർ ഡോക്ടറെ അടുത്ത് പറയും. അവിടെ വെള്ളം വെളിച്ചമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സർജറി ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇൻസ്പെക്ടറിന് സംശയമാണ്. അവിടെ പ്ലാസ്റ്റിക്കിന്റെ കേർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടേക്ക് സർജറിക്ക് റെഡി ആയിട്ട് സേവക്ക് വരുന്നതൊക്കെ ഡോക്ടർ ചോദിച്ച് സങ്കല്പിച്ചുകൊണ്ട് നിൽക്കും. അന്നേരം ഒരാൾ വന്ന് ഇൻസ്പെക്ടറിനെ വിളിക്കും, അത്യാവശ്യമായിട്ട് ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഒരു ഡെഡ് ബോഡി ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അത് സേവക്ക് കൊന്ന ആ നേഴ്സിന്റെ ഡെഡ് ബോഡി ആയിരുന്നു.